ഒരിക്കൽ ഒരിടത്ത് ആനന്ദ് എന്നു പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അവന് പട്ടം പറത്തുന്നത് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ എന്ത് പറയാൻ, അവൻ എത്ര തന്നെ ശ്രമിച്ചാലും എത്ര തന്നെ നന്നായിട്ട് ഉണ്ടാക്കിയാലും പറത്താൻ തുടങ്ങി അല്പസമയത്തിനകം അവൻ്റെ പട്ടം കേടുവരും. പലതവണ ശ്രമിച്ച് അവൻ വശം കെട്ടു. അങ്ങനെ അവൻ പട്ടം പറത്തുന്നത് നിർത്താൻ തീരുമാനിച്ചു. അന്ന് വൈകിട്ട് പൊട്ടിയ പട്ടവുമായിട്ട് വിഷമിച്ചിരിക്കുന്ന ആനന്ദിനെ കണ്ട അവൻ്റെ മുത്തച്ഛൻ അവനോട് കാര്യം എന്താണെന്ന് തിരക്കി. വിഷമത്തോടെ അവൻ പറഞ്ഞു, എനിക്കൊരിക്കലും മറ്റുള്ളവരെ പോലെ നന്നായിട്ട് പട്ടം പറത്താനായിട്ട് കഴിയില്ല. ഇത് കേട്ട് മുത്തച്ഛൻ അവനോട് പറഞ്ഞു, ശരി, നീ പട്ടം പറത്തുന്നത് നിർത്തിക്കോ, പക്ഷേ കുറച്ച് ദിവസം കൂടി നീ ഒന്ന് ശ്രമിച്ചു നോക്കണം. ഇനി മുതൽ നീ പട്ടം ഉണ്ടാക്കി പറത്തുമ്പോൾ അന്ന് എങ്ങനെയാണ് നീ പട്ടം ഉണ്ടാക്കിയത്, അന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കൂടി ചെയ്യണം. മുത്തച്ഛൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാനായിട്ട് ആനന്ദ് തീരുമാനിച്ചു. അങ്ങനെ അടുത്ത ദിവസം അവൻ പട്ടം ഉണ്ടാക്കി അതിനോടൊപ്പം പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ കണ്ടെത്തിയ ഓരോ കാര്യങ്ങളും എല്ലാ ദിവസവും അവൻ തൻ്റെ ഡയറിയിൽ എഴുതി സൂക്ഷിച്ചു. ഇന്നത്തെ ദിവസം നല്ല കാറ്റായിരുന്നു, പട്ടം പൊട്ടിപ്പോയി എന്നായിരുന്നു അവൻ ആദ്യ ദിവസം എഴുതിയത്. രണ്ടാമത്തെ ദിവസം നല്ല ശക്തിയിൽ ഞാൻ ചരട് വലിച്ചു, പട്ടത്തിന്റെ ബാലൻസ് നഷ്ടമായി. അങ്ങനെ ഓരോ വൈകുന്നേരവും അവൻ എഴുതി വെച്ച കാര്യങ്ങൾ എടുത്തു നോക്കി. പതിയെ പതിയെ അവന് ചില പട്ടം പറത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു കൈയും ശരിയായ രീതിയിൽ കാറ്റും പിന്നെ കുറച്ച് ക്ഷമയുമാണെന്ന് മനസ്സിലായി. അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം ആനന്ദിന്റെ പട്ടവും ആകാശത്ത് ഉയരത്തിൽ പറന്നു തുടങ്ങി. അവന് മനസ്സിലായി, ഭാഗ്യമല്ല മറിച്ച് സ്ഥിരമായിട്ട് നിരീക്ഷിക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കാനുമുള്ള തൻ്റെ കഴിവാണ് പട്ടും ഉയരത്തിൽ പറത്താനായിട്ട് തന്നെ പ്രാപ്തനാക്കിയത് എന്ന്. സോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാബിറ്റ് ഫോർമേഷൻ സീരീസ്. ഹാബിറ്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, സ്മോൾ ചേഞ്ചസിൻ്റെ പവർ എന്താണ്, മോർണിംഗ് റൂട്ടീൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതെങ്ങനെ ബിൽഡ് ചെയ്യാം എന്നൊക്കെ നമ്മൾ ഇതുവരെയുള്ള വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് നമ്മൾ മറ്റൊരു പ്രാക്ടീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ലോങ് ടേം സക്സസിന് വളരെ എസെൻഷ്യൽ ആയൊരു ഫാക്ടറാണ് സെൽഫ് റിഫ്ലക്ഷൻ. ഒരു ഗ്രോയിങ് പേഴ്സൺ എന്ന നിലയിൽ ഇൻറ്റൻഷനലി നമ്മളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നത് വളരെയേറെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച നമ്മൾ ഫോളോ ചെയ്യുന്ന ഹാബിറ്റ്സ് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണ് എന്നൊന്ന് സങ്കല്പിക്കുക, പക്ഷേ നിങ്ങളുടെ കാറിന് ഡാഷ്ബോർഡ് ഇല്ല. അപ്പോൾ എന്താകും അവസ്ഥ? നമ്മളുടെ വണ്ടിയുടെ ഫ്യൂവൽ തീരാറായോ, കറക്റ്റ് ഡയറക്ഷനിൽ തന്നെയാണോ നമ്മൾ പോകുന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല, അല്ലേ? നമ്മുടെ ഹാബിറ്റ് നമുക്ക് വർക്കൗട്ട് ആകുന്നില്ല എങ്കിൽ ഏകദേശം ഇതേ അവസ്ഥയാകും നമ്മൾക്കും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് സെൽഫ് റിഫ്ലക്ഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. സെൽഫ് റിഫ്ലക്ഷൻ വഴി നമ്മുടെ ജേണി ഒന്ന് പോസ് ചെയ്യാനും അസസ് ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കും. നമ്മുടെ വിജയങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനും നമുക്ക് വർക്കൗട്ട് ആവാത്ത കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും ആവശ്യമാണെന്ന് തോന്നിയാൽ നമ്മുടെ റൂട്ടൊന്ന് മാറ്റാനുമെല്ലാം സെൽഫ് റിഫ്ലക്ഷൻ അത്യാവശ്യമാണ്. സെൽഫ് റിഫ്ലക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും സ്റ്റാഗ്നേഷനും ബേൺ ഔട്ടൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. സെൽഫ് റിഫ്ലക്ഷൻ ഇസ് ജസ്റ്റ് അബൌട്ട് ലുക്കിംഗ് ബാക്ക്, ഇറ്റ്സ് അബൌട്ട് ക്രിയേറ്റിംഗ് ക്ലാരിറ്റി ഫോർ ദി ഫ്യൂച്ചർ. സെൽഫ് റിഫ്ലക്ഷൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണല്ലോ. ബട്ട് ഹാബിറ്റ് ഫോർമേഷൻ്റെ കാര്യത്തിലേക്ക് എങ്ങനെയാണ് സെൽഫ് റിഫ്ലക്ഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. അതിൻ്റെ ഇത് വളരെ സിമ്പിളാണ്. നമ്പർ 1, സെറ്റ് അസൈഡ് ടൈം വീക്ക്ലി. ജസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് ഓരോ ആഴ്ചയും സെൽഫ് റിഫ്ലക്ഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇറ്റ് ക്യാൻ മേക്ക് എ ഡിഫറൻസ്, എ ഹ്യൂജ് ഡിഫറൻസ്. മിക്കവാറും എല്ലാവരും സൺഡേ ഫ്രീ ആയിരിക്കുമല്ലോ. സോ സൺഡേ ഈവനിങ്സ് നമുക്ക് സെൽഫ് റിഫ്ലക്ഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. നമ്പർ 2, ആസ്ക് യുവർ സെൽഫ് കീ ക്വസ്റ്റ്യൻസ്. എൻ്റെ കഴിഞ്ഞ ആഴ്ച എങ്ങനെയായിരുന്നു? ഞാൻ പ്ലാൻ ചെയ്ത പോലെ എനിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും മെയിൻറ്റെയിൻ ചെയ്യാനും കഴിഞ്ഞോ? എന്തൊക്കെ ചലഞ്ചസ് ആണ് ഞാൻ ഫേസ് ചെയ്തത്? അതിനൊക്കെ എങ്ങനെയാണ് ഞാൻ റെസ്പോണ്ട് ചെയ്തത്? എൻ്റെ പ്രോഗ്രസിനെ കുറിച്ച് എനിക്ക് എന്താണ് തോന്നുന്നത്? എൻ്റെ ഈ ഹാബിറ്റ് എൻ്റെ ലാർജർ ഗോൾസുമായിട്ട് അലൈൻ ചെയ്തു പോകുന്ന ഒന്നാണോ? അതൊക്കെ നോക്കാം. നമ്പർ 3, ട്രാക്ക് യുവർ പ്രോഗ്രസ്. ഒരു ജേർണൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ട്രാക്കർ. ഇനി അതൊന്നും പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ നോട്ട്സ് യൂസ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ സ്റ്റഡിയാണ് ഹാബിറ്റായിട്ട് ചൂസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പഠിച്ചോ, എത്ര പോർഷൻസ് അല്ലെങ്കിൽ എത്ര സമയം പഠിച്ചു, റിവൈസ് ചെയ്തോ എന്നൊക്കെ ട്രാക്ക് ചെയ്യാം. അതേപോലെ വർക്കൗട്ട് ചെയ്തത്, മെഡിറ്റേറ്റ് ചെയ്തത്, ജേർണലിംഗ് ചെയ്തത് എല്ലാം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ നോട്ട്ബുക്കിലോ മറ്റോ ആണ് ട്രാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യാനും സാധിക്കും. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് ഐഡിയാസ് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഓക്കെ ആയി തോന്നുന്ന ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ലൈക്ക് ഒരു ഹാബിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് നേരെ ടിക്ക് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ കളർ പെൻസിൽസ് കൊണ്ട് ഷെയ്ഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് എൻജോയബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ യു വുഡ് ഫീൽ ഇറ്റ് ലൈക്ക് ഫൺ.
നമ്പർ 4, ബി ഓണസ്റ്റ് ആൻഡ് കൈൻഡ് ടു യുവർ സെൽഫ്. റിമെമ്പർ, സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആകാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ ബ്ലെയിം ചെയ്യുകയൊന്നുമല്ല, മറിച്ച് നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനും ഇംപ്രൂവ് ചെയ്യാനും എന്തൊക്കെ സ്റ്റെപ്സാണ് എടുക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സെൽഫ് റിഫ്ലക്ഷൻ വഴി നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നത് നോക്കിയാലോ. നമ്മൾ സെൽഫ് റിഫ്ലക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിൽ തന്നെ ചില പവർഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും. അതിലൊന്നാമത്തേതാണ് സെൽഫ് അവെയർനെസ് ഇൻക്രീസ് ചെയ്യുക എന്നത്. നമ്മളെക്കുറിച്ച് തന്നെ ഒരു അവെയർനെസ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ട്രിഗേഴ്സ്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ബിഹേവിയർ പാറ്റേൺ, തിങ്കിങ് പാറ്റേൺ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ ബൂസ്റ്റാണ്. നമ്മുടെ ചെറിയ വിജയങ്ങൾ മനസ്സിലാക്കലും അത് സെലിബ്രേറ്റ് ചെയ്യലും എല്ലാം നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് റെസിലിയൻസ് ബിൽഡ് ചെയ്യലാണ്. നമ്മുടെ സെറ്റ് ബാക്സ് ഇടയ്ക്ക് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മളെല്ലാം സ്ട്രോങ്ങർ ആയിട്ട് നിലനിൽക്കാനായിട്ട് സഹായിക്കും. ദ ലാസ്റ്റ് ആൻഡ് എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു ബെനിഫിറ്റാണ് അലൈൻമെൻറ്റ്. നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുകയും സെൽഫ് റിഫ്ലക്ഷൻ നടത്തുകയും വഴി നമ്മൾ നമ്മുടെ വൈയെക്കുറിച്ച് ബോധേഡായിരിക്കും. ആൻഡ് ദിസ് ഡീപ്പെൻസ് ദ പേർപ്പസ് ബിഹൈൻഡ് യുവർ ഹാബിറ്റ്സ്. നമ്മൾ ഒരു ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ഭംഗിയുള്ള സ്ഥലത്ത് നിർത്തി ഒരു ചായ ഒക്കെ കുടിച്ച് പോകുമ്പോൾ എന്തായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക? നല്ല റിലാക്സ്ഡ് ആയിട്ട്, ഇതുവരെ ഡ്രൈവ് ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ചുകൂടി എൻജോയ് ചെയ്ത് നമുക്ക് യാത്ര തുടരാനായിട്ട് കഴിയും അല്ലേ? അതേപോലെ തന്നെയാണ് സെൽഫ് റിഫ്ലക്ഷൻ നമ്മുടെ ഹാബിറ്റ് ഫോർമേഷൻ ജേർണിയിൽ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ശരിയായ വഴിയിലൂടെ തന്നെയാണ് പോകുന്നത്, നിങ്ങൾ ഫ്യൂവൽഡ് ആണ്, റൂട്ട് അനുസരിച്ച് നിങ്ങൾക്കും അഡ്ജസ്റ്റ് ആവാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽഫ് റിഫ്ലക്ഷൻ. സോ ഈ ആഴ്ച നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ചലഞ്ച് ചെയ്യുക. ഞാൻ ഈ ഹാബിറ്റ് ഫോർമേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തൊക്കെ അച്ചീവ് ചെയ്തു, എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്, ഞാൻ കറക്റ്റ് റൂട്ടിൽ തന്നെയാണോ എന്നൊക്കെ റിഫ്ലക്ട് ചെയ്ത് നോക്കാം. അതേപോലെ നിങ്ങളുടെ വിൻസ്, സ്ട്രഗിൾസ്, നിങ്ങൾക്ക് എടുക്കാവുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എല്ലാം ഒന്ന് നോട്ട് ചെയ്യുക. ഈ ചലഞ്ച് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ ചലഞ്ച് ആക്സെപ്റ്റഡ്. റിമെമ്പർ, ഹാബിറ്റ് ഫോർമേഷൻ ഇസ് ജസ്റ്റ് അബൌട്ട് ഡൂയിങ്, ഇറ്റ്സ് അബൌട്ട് ലേണിംഗ് ആൻഡ് ഗ്രോയിങ്. ഓക്കെ, സോ ഇന്നത്തെ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.